നമസ്കാരം കൂട്ടുകാരെ. ജീവിതത്തിൻ്റെ ഗതി എപ്പോഴും ഒരേ രീതിയിൽ പോകണമെന്നില്ല. നമുക്കറിയാമല്ലോ, കാറ്റ് വീശിയടിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഗതി മാറിപ്പോവാം. അതുപോലെയാണ് നമ്മുടെ ലൈഫും. എപ്പോഴും നമ്മൾ സങ്കടത്തിലാണ്, അല്ലെങ്കിൽ സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ രണ്ടുമല്ലാത്ത ഒരു നോർമൽസിയിലാണ് എന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ വരാം. നിങ്ങൾക്ക് പുതിയ നല്ല സുഹൃത്തുക്കളെ കിട്ടാം, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ജോലി കിട്ടാം, അതുമല്ലെങ്കിൽ കുറച്ച് പുതിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നടക്കാം. എപ്പോഴും നല്ലതിന് വേണ്ടി മാത്രം ഹോപ്പ് ചെയ്തുകൊണ്ട് നടക്കുക. അയ്യോ എനിക്കതില്ലല്ലോ, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് വരും വരും വരും. ഭഗവാന്റെ സഹായം അനുസരിച്ച്, ഭഗവാന്റെ സഹായം കൊണ്ട് എനിക്കെല്ലാം ഉണ്ട്, എനിക്കിനിയും കൂടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ള ഒരു ചിന്തയോടെ നോക്കൂ. അങ്ങനെ ഒരു ചിന്ത വന്നതിന് ശേഷം ഞാൻ ഭയങ്കര നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാൾ കൂടെ ആയിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് എന്താണെന്ന് അറിയില്ല, എനിക്കൊരു മാറ്റം വേണം എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ തന്നെ എനിക്ക് പുതിയ സുഹൃത്തുക്കളെ കിട്ടി. അതുപോലെ തന്നെ എനിക്ക് തൊഴിൽപരമായിട്ട് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അതുമാത്രമല്ല, ഇനി ഭാവിയിൽ എൻ്റെ സാമ്പത്തിക നേട്ടം അത് ചിലപ്പോൾ ശരിയാവും. അതുമാത്രമല്ല, എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്ക് ഗാർഡനിങ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ്, കൃഷിയൊക്കെ. പക്ഷേ ഞാനിപ്പോൾ റെൻറ്റഡ് ഹൗസിലാണ്, അപ്പർ ഫ്ലോറിലാണ് താമസിക്കുന്നത്. അപ്പോൾ അത് പറ്റില്ല. ബട്ട് എനിക്ക് വലിയ താമസമില്ലാതെ എനിക്ക് കുറച്ച് ചുറ്റും ഭൂമിയൊക്കെ ഉള്ള വലിയ സിറ്റിക്കകത്ത് തന്നെ വേണമെന്നില്ല, ഒരു വീട് ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റും, എനിക്ക് എൻ്റെ ഫുൾ ടൈം എൻ്റെ ടെൻഷനും എല്ലാം കളഞ്ഞ് അവിടെ ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ പറ്റും. പോരെ. പിന്നെ 2 കുട്ടികൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ പൂക്കളാണ്. ഹൃദയത്തിൽ നിന്നും വിരിഞ്ഞു വരുന്ന പൂക്കളാണ് നമ്മുടെ മക്കൾ. അവർ മാത്രമാണ് നമ്മുടെ ഏക സമ്പാദ്യം എന്ന് പറയുന്നത്. മറ്റൊന്നിലും നമ്മൾ താല്പര്യം കാണിച്ചില്ലെങ്കിലും നമ്മുടെ കുട്ടികൾ നമ്മുടെ വയറിൽ ചുമന്ന് നമ്മൾ പ്രസവിച്ച ആ മുഖം ആദ്യമായിട്ട് കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷമൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സന്തോഷത്തോടെ അവർ നമ്മുടെ മുന്നിൽ വളർന്ന് അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ വരുമ്പോഴും നമ്മളത് ആസ്വദിച്ചിട്ടുണ്ടാവും, അല്ലേ? ഒരു കുഞ്ഞായിരിക്കുമ്പോൾ, കുറച്ച് വലുതാകുമ്പോൾ, അവർ കോളേജിൽ പഠിക്കുമ്പോൾ, അവർ ജോലിക്ക് പോകുമ്പോൾ ഒക്കെ അങ്ങനെയുള്ള പല ഘട്ടങ്ങൾ ആസ്വദിക്കും. എല്ലാവരും പറയും മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കരുതെന്ന്. പക്ഷെ അതൊക്കെ ഒരു കാര്യമുണ്ട്. കുറേ കഴിയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതമുണ്ട്. വിട്ടുകൊടുക്കുക, സ്വാതന്ത്ര്യത്തോടെ വിട്ടുകൊടുക്കുക. അവരുടെ ഒരു മാരീഡ് ലൈഫൊക്കെ ആകുമ്പോൾ അവർ സ്വാതന്ത്ര്യത്തോടെ വിട്ടുകൊടുക്കുക. അവിടെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അച്ഛനും അമ്മയും കൂടെ നിൽക്കുന്നത് ശരിയല്ല. കാരണം അവരുടെ പ്രൈവസിയിൽ നമ്മൾ കൈകടത്തരുത്. അങ്ങനെ വരുമ്പോഴാണ് പല കുടുംബകലഹങ്ങളുണ്ടാകുന്നത്. അച്ഛനും അമ്മയും എല്ലാം ഓൾഡ് ഏജ് ഹോമിലേക്കും മറ്റും മാറ്റുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത്, അതായത് നിങ്ങൾക്ക് നടന്നും നിങ്ങൾക്ക് കൈയും കാലും അനക്കി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് മാക്സിമം കുറച്ച് എമൗണ്ട് നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക. അത് ഞാൻ ഈ വരുന്ന മാസം മുതൽ ഞാനത് ചെയ്യുകയാണ്. കാരണം എൻ്റെ കുട്ടികൾ വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ അവർക്കൊരു ബേർഡൻ ആവാൻ പാടില്ല. അവർക്കിടയിലേക്ക് എപ്പോഴും കയറി ചെല്ലാൻ പാടില്ല. അപ്പം ഞാനൊരു ഇൻട്രൂഡർ ആവും, അല്ലേ? അത് തെറ്റാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വഴി സ്വീകരിക്കണം. എൻ്റെ യാത്രകൾ, എനിക്കിഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോവുക, എൻജോയ് ചെയ്യുക, എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോവുക. അതുപോലെ തന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോവുക. എന്തൊക്കെയാണോ എൻ്റെ വഴി എന്താണെന്ന് ഞാൻ അപ്പോഴാണ് തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഞാൻ കടന്നു. കാരണം എനിക്ക് ആ ആദ്യത്തെ പടിയിലേക്ക് ഞാൻ ചവിട്ടി നിൽക്കുകയാണ്. ഇനി ആണ് എനിക്ക് എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം, എൻ്റെ ഇനിയുള്ള യാത്ര എങ്ങോട്ടായിരിക്കും എന്നുള്ളതൊക്കെ നിശ്ചയിക്കാനായിട്ട് എനിക്ക് തുടങ്ങുക. ഇതുവരെ ഞാനതിനെപ്പറ്റി ഒന്നും വലിയ കൺസേൺഡ് ആയിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്കിനി എൻ്റെ ഒരേ സമയം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയും വീട്ടിലുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സോളോ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള യാത്രാ പാക്കേജുകൾ ഒത്തിരി ഉണ്ട്. അതനുസരിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ലോകത്തിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണ്ടേ? നമ്മൾ കണ്ടിട്ടില്ലാത്ത രാജ്യങ്ങൾ എന്തെല്ലാം സുന്ദരമായിരിക്കും. ഈ വാർ ടൈമൊക്കെ ഒന്ന് കഴിഞ്ഞ് സുന്ദരമായ ഈ ശാന്തമായ ലോകത്തിൽ നമുക്ക് കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒത്തിരി കാഴ്ചകളുണ്ട്. ഈവൻ കേരളത്തിൽ പോലും ഒത്തിരി നമ്മൾ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കാണുക. അത് മാത്രമല്ല, അതിലൂടെ സഞ്ചരിക്കുക. അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്കിനി നേടാനുള്ള സമയമാണ്. കാരണം ഞാൻ ഓൾഡ് ഏജിൻ്റെ ആ പടിയിൽ നിൽക്കുകയല്ലേ. ഇനിയും, അതായത് സെക്കൻഡ് ചൈൽഡ്ഹുഡ്, 2ാം ബാല്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കുട്ടികളെ പോലെ ആവും. കുട്ടികളെപ്പോഴും ഇങ്ങനെയാണല്ലോ, കളിയും ചിരിയും, അവർക്ക് ആക്റ്റീവാകാനായിട്ടുള്ള ആ ഒരു മനസ്സ് വേണം വയസ്സായവർക്കും വേണ്ടത്.
അപ്പോൾ ആ മനസ്സോടുകൂടി മുന്നോട്ട് പോകാനാണ് ഞാൻ എൻ്റെ സമപ്രായക്കാരെയും സുഹൃത്തുക്കളെയും ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ.